സഹോദരങ്ങളെ, ഇന്ന് താടി നീട്ടി വളർത്തിയ മുസ്ലിമിനെ, ഹിജാബ് ധരിക്കുന്ന മുസ്ലിം വനിതയെ, കൃത്യമായി 5 നേരം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന ഒരു മുസ്ലിമായി കാണുമ്പോൾ ആത്മാർത്ഥമായി അതിന്റെ സഹോദരനാണല്ലോ, അവന്റെ വിശ്വാസം അവൻ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയേക്കാൾ അപ്പുറത്തേക്ക് പലപ്പോഴും വിദ്വേഷങ്ങളാണ് പലരുടെയും മനസ്സിൽ എഴുന്നള്ളിക്കപ്പെടുന്നത്. ആ ഒരു സാമൂഹിക അന്തരീക്ഷം അത് അവിടെയും നിൽക്കില്ല എന്നതാണ് തീർച്ചയായും സാൻഡൻ പറയുന്നത്. പിന്നീട് സംഭവിക്കുക ഡീഹ്യൂമനൈസേഷൻ സംഭവിക്കുന്നതാണ്. മനുഷ്യർ പോലും അല്ല എന്ന രൂപത്തിലേക്ക് ആ വർത്തമാനങ്ങളെ ആഖ്യാനിക്കപ്പെടുന്നതാണ്. ഇന്ന് ലോകത്താകമാനമുള്ള വർത്തമാനങ്ങൾ നോക്കിയാൽ നാം ഏറ്റവും ആദ്യം കടന്നു ചെല്ലുന്ന വംശഹത്യയുടെ വാർത്തകളുള്ളത് ഫലസ്തീനിലാണ്. ഫലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും വംശഹത്യയുടെ വാർത്തകൾ വായിക്കുന്നിടത്ത് കേരളത്തിൽ പലപ്പോഴും അതിന് വായിക്കാറുള്ളത് ഒരു യുദ്ധമായിട്ടാണ്. പക്ഷെ അതൊരിക്കലും ഒരു യുദ്ധമല്ല. That's not war. അതൊരിക്കലും ഒരു യുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യർ മറ്റൊരു മനുഷ്യരെ കൃത്യമായി അടിച്ചമർത്തി ഒപ്രസ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതൊരിക്കലും യുദ്ധത്തിന്റെ ആഖ്യാനങ്ങൾക്ക് പരിധിപ്പെടുന്നതല്ല, മറിച്ച് കൃത്യമായ വംശഹത്യയാണ്. ആ വംശഹത്യ ഫലസ്തീനിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെയുള്ള ഓരോ മനുഷ്യരും വളരെ വലിയ രൂപത്തിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് എത്തപ്പെട്ട സമയത്തും ഇവിടെ ഇന്ന് കേരളത്തിൽ പോലും നാസ്തിക വിഭാഗം എന്ന് പറയുന്ന, ഇവിടെ 40 വട്ടം മതവിദ്വേഷം മാത്രം വെച്ച് പുലർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞത് അത്തരം കുട്ടികൾക്ക് മരണപ്പെടുകയാണ് നല്ലത് എന്നാണ്, കൊല്ലപ്പെടുകയാണ് നല്ലത് എന്നാണ്. ഞാൻ വെറുതെ പറഞ്ഞ വർത്തമാനമല്ല. ലോകത്തിന് മുന്നിൽ തെളിഞ്ഞൊരു ചിത്രമായി അത്തരം ക്രൂരമായ വംശഹത്യകൾ നടക്കുമ്പോൾ പോലും മനസ്സറിയാത്ത മനുഷ്യന്മാരുടെ ഉള്ളിൽ കുത്തിവെപ്പിക്കപ്പെട്ട വിഷത്തിന്റെ പേരാണ് നാം പറയുന്ന വർഗീയത എന്നത്. അത് ഇന്ന് നമ്മുടെ കേരളത്തിലും അലയടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഗ്രിഗറി പി സാൻഡൻ പറയുന്ന വംശഹത്യയിലേക്ക് ഒരു നാടെത്താനുള്ള 10 ഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ജനസൈഡ് വാച്ച് എന്ന ലോകപ്രസിദ്ധമായ ആ ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് ആ 10 ഘട്ടങ്ങളിൽ 9 ഘട്ടങ്ങളും ഇന്ത്യ എന്ന ഈ മഹാരാജ്യം പിന്നിട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ കഴിഞ്ഞ 9 ഘട്ടങ്ങളും ഇന്നും നേരെ വായിക്കപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി മനുഷ്യരുടെ ഉള്ളിൽ വിഷവിത്തുകൾ നിറച്ചുകൊണ്ടാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാളിതുവരെ നമ്മുടെ നാട്ടിൽ കാലുകുത്താത്ത വർഗീയ വിഷയങ്ങൾക്കടക്കം നമ്മുടെ നാട്ടിൽ സ്ഥാനങ്ങൾ കിട്ടി തുടങ്ങുന്നത് എന്ന് നമ്മൾ കൃത്യമായി വായിക്കണം. അവിടെയാണ് ഇത്തരം സംഗമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം നടന്നത്. സഹോദരങ്ങളെ, നമ്മൾ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ഈ തൊട്ടുമുൻപ് പറഞ്ഞു വെച്ചതുപോലെ അത് ലോകത്തിന് ആകമാനം ദൈവം നൽകിയ കാരുണ്യമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് അദ്ദേഹം ഇസ്ലാമിനെ സ്ഥാപിച്ച ഒരു മനുഷ്യനാണ് എന്നതല്ല, മറിച്ച് ഇവിടെ കാലാകാലങ്ങളായി മനുഷ്യൻ എന്ന് മുതൽ ഭൂമിയിലുണ്ടോ അന്ന് മുതൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ദൈവികമായ നിയമനിർദ്ദേശങ്ങളുടെ പേരാണ് ദീൻ, ഇസ്ലാം എന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ ഏറ്റവും അന്തിമമായി ചർച്ച ചെയ്യുവാൻ, ആ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ എത്തിയ പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് എന്നത്. എന്നാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും ഒരു വിഭാഗത്തിന്റെ പ്രവാചകനായി വെക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഇന്ന് ആ പ്രവാചകനെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് ഏതോ മുക്കിൽ പൊട്ടിത്തെറിക്കുന്ന ചാവേറുകൾക്കും ഏതെങ്കിലും രാജാധിപത്യങ്ങളിൽ പരസ്പരം യുദ്ധം ചെയ്ത് പരസ്പരം കലഹിക്കുന്ന മനുഷ്യരുടെ മോട്ടിവേഷൻ ആയിക്കൊണ്ടുമാണ് ആ പ്രവാചകനെ വായിക്കുന്നത് എന്നുള്ളത് നാം കൃത്യമായും ആ പ്രവാചകനെ അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ആരാണ് ഈ സംഭവങ്ങളെല്ലാം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്? കൃത്യമായ രൂപത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളുള്ള ദുഷ്ടലാക്കുള്ള മനുഷ്യർ ഇവിടെ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ തീർച്ചയായും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിനു മുൻപ് ഒരു വ്യക്തിയുടെ വളരെ ഫേമസ് ആയ ഒരു കോട്ട് വായിക്കാം. KS രാമകൃഷ്ണ റാവു എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഇന്ത്യയിലെ അധ്യാപകനും ഗവേഷകനുമായ വ്യക്തിയുണ്ട്. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് പറഞ്ഞ വർത്തമാനമുണ്ട്. The more I study the life of Muhammad, the more I am convinced that there is no one in history who can be compared to him എന്നാണ്. ഇവിടെ പലപ്പോഴും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രചാരണങ്ങൾക്ക് ഇറങ്ങിയ പ്രവർത്തകരുടെ എല്ലാം ടീച്ചറുകളിൽ നിങ്ങൾ വാക്ക് കണ്ടിട്ടുണ്ടാവും. The more you know him, the more you know him. നിങ്ങൾ എത്രത്തോളം ആ പ്രവാചകനെ അടുത്തറിയുന്നുവോ അത്രത്തോളം ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. പക്ഷേ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിലെ 4 ഭാഗത്തുമുള്ള മനുഷ്യരോട് ഞാൻ ചോദിക്കട്ടെ, ആ പ്രവാചകനെ കുറിച്ച് നല്ലത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ, ആ പ്രവാചകന്റെ നന്മയുടെ വർത്തമാനങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് നാം കേൾക്കുന്ന വാർത്തകൾ എന്താണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കും. പലപ്പോഴും വിദ്വേഷ പ്രചാരണങ്ങളുടെയും യുദ്ധപ്രതിയായതും ലൈംഗികാസക്തി വർദ്ധിച്ചതുമായ ഒരു മനുഷ്യനെ കുറിച്ചുള്ള ചിത്രമാണ് പല ആളുകളുടെയും ഉള്ളിൽ നിന്ന് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് KS കൃഷ്ണറാവു പറയുന്നത്, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ്, ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യം we can't compare anyone with him എന്നാണ്. ആരുമായും ആ പ്രവാചകനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ പഠിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു
സന്ദേശത്തിന്റെ ലക്ഷ്യം. തീർച്ചയായും അങ്ങനെ മുന്നോട്ട് പോകുന്നിടത്താണ് നാം ഇവിടെ കേരളത്തിൽ മാത്രം സവിശേഷമായ ഒരു സാഹചര്യം കാണുന്നത്. കേരളത്തിൽ കാലാകാലമായി ഏത് സംവാദങ്ങളുടെയും ഏത് ചർച്ചകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയപരമായി രണ്ട് ഭാഗത്തു നിന്നുള്ള സംവാദങ്ങളായിരുന്നു. ഒരുപക്ഷെ ഈ ഗാന്ധി പാർക്ക് പോലും ആയിരക്കണക്കിന് സംവാദങ്ങൾക്ക് ചരിത്രപരമായി സാക്ഷ്യം വഹിച്ച ഇടമാണ്. തിരുവനന്തപുരത്തിന്റെയും മറ്റ് കേരളത്തിലെ ജില്ലകളുടെയും എല്ലാ പല തെരുവുകളിലും മുൻപ് കാലത്ത് സ്നേഹ സംവാദങ്ങളുടെ പല മതങ്ങളുടെയും താരതമ്യ പഠനങ്ങളുടെയും എല്ലാം സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി മതങ്ങൾ പരസ്പരം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരസ്പരം ആശയം കൈമാറുന്നത് പോലും വലിയൊരു ഭീകരാവസ്ഥയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം. നാം കേരളത്തെ കുറിച്ച് പറയുന്നത് പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യം, ലോകത്ത് മറ്റൊരു പ്രദേശത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത കേരളീയ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു വെറുമൊരു അവകാശവാദമായി നാം ഉന്നയിക്കുന്ന കാര്യമല്ല. ലോകത്ത് മറ്റേത് ഇടങ്ങളിൽ പോയാലും, ലോകത്ത് ഏത് പ്രവാസിയായ മലയാളിയെ നോക്കിയാലും ഏറ്റവും വേഗത്തിൽ ഏത് സംസ്കാരവുമായും അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന, ഏതൊരു ഇടവുമായും ഏറ്റവും പെട്ടെന്ന് സംയോജിക്കപ്പെടുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അത് കേരളത്തിലെ മലയാളികളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാം പരസ്പരം ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിരുന്ന ആ സംവാദങ്ങളുടെ രീതിയിൽ നിന്നും മാറ്റപ്പെട്ട പുതിയ രൂപം എന്നുള്ളത് ഇവിടെ പലപ്പോഴും നാസ്തിക വിഭാഗം എന്ന പേരിൽ, യുക്തിവാദ സംഘം എന്ന പേരിൽ, SNC എന്ന പേരിലെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാനും കുറച്ച് വർഷങ്ങൾക്കിപ്പുറം കേരളത്തിൽ വന്ന് പ്രചാരം തുടങ്ങിയ ആളുകളുടെ വർത്തമാനങ്ങളാണ്. ഇത് പറയുമ്പോൾ നാം തീർച്ചയായും ആദ്യമേ ഒരു ആമുഖം പറയേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് സാമൂഹികമായി വലിയ റീച്ചുണ്ട് എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ അത്തരം ആളുകൾ അറിയത്തില്ലെങ്കിൽ ഈ സാമൂഹിക അന്തരീക്ഷം മൊത്തം തകരുമെന്നുള്ള ചിന്തയിൽ നിന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സമൂഹത്തിനുള്ളിൽ ഒരു വിഷമാണെങ്കിൽ കൂടി നാം ഇന്ന് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീട്ടിൽ ഒരു പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ 5 മനുഷ്യരുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ നാം ഒരിക്കലും ആ പാമ്പിനെ നിസ്സാരമായി കാണുകയില്ല. മറിച്ച് അപകടം ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ, വിദ്വേഷം പ്രചരിപ്പിക്കാൻ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവത്തിൽ നാം കാണേണ്ടതാണ്. തീർച്ചയായും ഇത്തരം ആളുകൾ ചെയ്യുന്ന പണികൾ എന്താണ് എന്ന് നാം കൃത്യമായും അറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം ആളുകൾ ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും എല്ലാം ഇസ്ലാമിനേക്കാൾ ആധികാരികമായി സംസാരിക്കാറുള്ളത്. ഒരു മുസ്ലിം പണ്ഡിതൻ സംസാരിക്കുന്നതിനേക്കാൾ ആധികാരികമായി പലപ്പോഴും ഇവരെല്ലാം ഖുർആനിനെ കുറിച്ചും പ്രവാചക ചരിത്രത്തെ കുറിച്ചും എല്ലാം വായിക്കാറുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് രൂപത്തിലുള്ള ഇസ്ലാമോഫോബിയ ആഖ്യാനങ്ങൾ, ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഇന്ന് നമുക്ക് ഏറെ സുപരിചിതമാണ്. ഒരു പക്ഷേ 4 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് അത്ര തന്നെ കേൾക്കാത്തൊരു നാമമാണ് ഇസ്ലാമോഫോബിയ എന്നത്. പക്ഷെ ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന പോലും, യുണൈറ്റഡ് നേഷൻസ് പോലും ലോകത്തെ ആന്റി ഇസ്ലാമോഫോബിയ ഡേ ആചരിക്കാൻ പറയുന്ന രൂപത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത ആഖ്യാനങ്ങളിലൂടെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതിന്റെ ചെറിയൊരു തെളിവ് നിങ്ങൾക്ക് കാണാം. ട്രാൻസ്ജെൻഡർ, ഹോമോഫോബിയ തുടങ്ങിയ ആദ്യകാലത്ത് ഏറ്റവും മോശം തോന്നിക്കുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാം മതമാണ്. ഈ മതം എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ, എനിക്ക് തലമുടി കിടണം, എനിക്ക് പാട്ട് കേൾക്കണം, എനിക്ക് സിനിമ കാണണം. പ്രവാചകൻ പുറത്തു കെട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തന്നെ ഓരോ മുസ്ലിമിനും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ടെന്ന് യുക്തിവാദിയാണ് അവകാശപ്പെടുന്ന ഒരു സംഘടന. അതെ, പലപ്പോഴും പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ആളുകളുടെ വായയിലൂടെ കടന്നു വരുന്ന വർത്തമാനങ്ങളിലെല്ലാം മതം എന്ന് പറയുന്ന ഒരു പരിസ്ഥാനത്ത് നിൽക്കുന്ന, മതം എന്ന് പറയുന്ന മതവിശ്വാസികളായ ആളുകളെല്ലാം ശത്രുസ്ഥാനം നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ, ഇവിടെ നാം ഓരോ ദിവസവും നമസ്കരിക്കാൻ പോകുന്ന മുസൽമാനെയും ഓരോ ദിവസവും ആത്മാർത്ഥമായി അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മതവിശ്വാസികളെയും എല്ലാം പ്രാകൃതരായി കാണുന്ന അവസ്ഥാവിശേഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരിക്കലും ഇസ്ലാമിനെ മാത്രം പ്രശ്നമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളെയും ആധുനിക മൂല്യങ്ങൾക്കെതിരാണ് എന്ന രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായും അവിടെ ഏറ്റവും മുൻപന്തിയിൽ വരുന്നത് ഇസ്ലാം ആവാൻ ഒരു കാരണമുണ്ട്. സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, മാങ്ങയുള്ള മാങ്ങയെ കല്ലെറിയൂ എന്ന്. അതിന്റെ ഏറ്റവും നല്ല നേർചിത്രമാണ് ഓരോ ദിവസവും ഇസ്ലാമിലെ ഓരോ വ്യാഖ്യാനങ്ങളെയും നിയമങ്ങളെയും എടുത്ത് ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്ന ആളുകളുടെ വ്യാഖ്യാനങ്ങൾ എല്ലാം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കൃത്യമായ രൂപത്തിലുള്ള ഇസ്ലാമോഫോബിയ പരത്തിലാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ, ഇവിടെ സാധാരണ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെയും ഏതോ ഒരു അതിർത്തി പ്രദേശത്ത് ചാവേറായി പൊട്ടിത്തെറിക്കുന്ന ഒരു തീവ്രവാദിയെയും ഒന്നിച്ച് കൂട്ടിക്കെട്ടാൻ അവർക്ക് മത നിയമങ്ങൾ ആഖ്യാനിക്കേണ്ടി വന്നു. ഇവിടെ വളരെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ സ്നേഹം പുലർത്തുന്ന, മതേതരമായ ഈ ഒരു കാഴ്ചപ്പാടിനെ മുറുകെ പിടിക്കുന്ന, എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരിടത്ത് കൃത്യമായി തങ്ങളുടെ മതത്തെ വിശ്വസിച്ച് ആചരിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസിയെ പോലും തീവ്രവാദ ആരോപണങ്ങളിലേക്ക്
കൂട്ടിക്കുഴയ്ക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതാണ് നാം ഈ അപകടം വായിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന നാസ്തിക നേതാവുണ്ട്, സി രവിചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എസൻസ് എന്ന് പറയുന്ന നാസ്തിക കൂട്ടരുടെ നേതാവായി, പലപ്പോഴും അവരുടെ പ്രവാചകനായി, ഒരു വേള അവരുടെ ദൈവമായി കണക്കാക്കപ്പെടുന്ന രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളിലുള്ള, അദ്ദേഹം കാണുന്ന ആയിരക്കണക്കിന് മനുഷ്യരുമായി ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ അയൽവാസികളിലുള്ള മുസ്ലിം ജീവിതങ്ങളുടെ, മുസ്ലിം ജനങ്ങളുടെ, മുസ്ലിം ജനവിഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആഖ്യാനം എന്താണെന്ന് കേട്ടു. നിങ്ങൾ നല്ലതാണെങ്കിൽ ഈവൻ വിത്തൗട്ട് റിലീജിയൻ യു ആർ ഗുഡ്, ഈവൻ വിത്ത് റിലീജിയൻ യു ആർ ഗുഡ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യക്തിയെ കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ ഈ മതത്തിനും സ്ഥിതിക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. ദില്ലാദിൽ നിന്നും സവാഹിരിയിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും ഇസ്ലാം എടുത്ത് മാറ്റിയാൽ അവരുടെ പക്ഷേ ഏറ്റവും മികച്ച വ്യക്തികളായി. എത്ര തെറ്റായ ആർഗ്യുമെന്റ് മുസ്ലിം വിരുദ്ധമാണല്ലോ. ഇസ്ലാം എടുത്തു മാറ്റിയാൽ അത് നല്ലതാണെന്ന് പറയുമ്പോൾ ഇസ്ലാമാണ് തീവ്രവാദത്തിന് കാരണം എന്ന് പറയുന്ന ഏറ്റവും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതല്ലേ ഇസ്ലാമോ മുസ്ലിം വിരോധം. I am ready atheist. And we are probably ready spiritualist. ഓക്കെ, ഈ പറയുന്ന വ്യക്തിയെ, ആ പറയുന്ന വിഷയത്തെ എതിർക്കുന്ന, അതിനെ പ്രതിരോധിക്കുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വർത്തമാനത്തിന് കയ്യടി കിട്ടുമ്പോൾ ആ കയ്യടികളെല്ലാം ഇന്ന് നമ്മുടെ എല്ലാം കർണപ്പുറങ്ങളിൽ ഭയത്തിന്റെ വാക്കായിട്ട് നാം ഏറ്റെടുക്കേണ്ടത്. ഇസ്ലാമിനെ പോലുള്ള ഒരു മതത്തെ കുറിച്ച് പറയുന്നിടത്ത് ഈ കേരളം പോലെ ഒരു മതേതര ഭൂമിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വർത്തമാനം ഒരു മുസ്ലിമിൽ നിന്നും ഇസ്ലാമിനെ മാറ്റിവെച്ചാൽ അയാൾ നല്ല മനുഷ്യനാണ്. ബിൻലാദിൽ നിന്നും മുസ്ലിം മാറിക്കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഏതെങ്കിലും തീവ്രവാദിയിൽ നിന്നും ഇസ്ലാമിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അതേ വിശ്വാസം പിൻപറ്റുന്ന കേരളത്തിലെ ഓരോ മുസൽമാനെയും അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുന്നത് അവരെല്ലാവരും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് എന്നാണ്. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞു വെച്ച കാര്യത്തെ കുറിച്ചല്ല. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിൽ ഇത്തരം ആളുകൾ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഖ്യാനത്തെ കുറിച്ചാണ്. അതിന് അദ്ദേഹം മറുപടി പറയുമ്പോൾ, രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. താങ്കൾ ഇപ്പോൾ പറയുന്ന വർത്തമാനം തീവ്രവാദ ആരോപണം എന്ന് പറയുന്നത് അത് ഇസ്ലാമോഫോബിയ മാത്രമല്ല. അപ്പോൾ മറുഭാഗത്ത് അദ്ദേഹം പറയുന്ന വർത്തമാനമുണ്ട്, ഐ ആം എ ബ്ലഡി എത്തീസ്റ്റ് എന്നാണ്. ഐ ആം എ ബ്ലഡി എത്തീസ്റ്റ്. ഇത്തരം ആളുകളുടെ വർത്തമാനങ്ങൾ കേട്ട്, ഇത്തരം ആളുകളുടെ വാഗ്വാദങ്ങൾ കേട്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ മതത്തിന്റെ ആളുകളല്ല എന്നും മതത്തിന്റെ അടിമയല്ല എന്നും എല്ലാമുള്ള ആഖ്യാനങ്ങളിലേക്ക് പോയി ഞാൻ മനുഷ്യനാണ് എന്നും മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങൾ മാനവികരാവട്ടെ എന്നെല്ലാം പറയുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുന്നു. ഇത്തരം ആളുകളുടെ വിദ്വേഷ പ്രചാരണങ്ങളുടെ, വർഗീയ വിഷയങ്ങളുടെ അടിമയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ മനുഷ്യനെ പോലെ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇത്തരം വേദികളിൽ നിന്നുകൊണ്ട് ഈ വിദ്വേഷ പ്രചാരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞു വെച്ച കാര്യം, ഒരു മുസ്ലിമിൽ നിന്നും ഇസ്ലാമിനെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നും ഇസ്ലാം വരുന്നതോടുകൂടി അയാൾ ഒരു തീവ്രവാദിയാണ് എന്നാണ്. ഇനി ആ ഇസ്ലാം വരുമ്പോൾ എന്താണ് അയാളത്തേക്ക് വരുന്നത്? സ്വാഭാവികമായും ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളാണ്, നിയമങ്ങളാണ്, വിധിവിലക്കുകളാണ്, ദൈവികമായ കൃത്യമായ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് പ്രവാചകൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇരുളിലും പകലിലും, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടവേളകളിലും, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയൊരു നിമിഷം മുതൽ അവൻ തീരുമാനിക്കുന്ന വലിയ രാഷ്ട്രീയ നിലപാടുകൾ വരെയും അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം എന്ന് പറഞ്ഞത് പ്രൊഫറ്റ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പറയാൻ ഒരു മുസ്ലിം ഇന്നേ വരെയും, ഈ നിമിഷവും, ഈ ലോകം അവസാനിക്കുന്നവരെയും യാതൊരു നാണക്കേടും ഉണ്ടാവില്ല. പക്ഷേ ആ പ്രവാചകനെ കുറിച്ച് പതിയെ പതിയെ തെറ്റായ ആഖ്യാനങ്ങൾ പടർത്തുന്ന ആളുകൾ നമ്മുടെ കൊടുത്തു തരുന്നുണ്ട്. ആ പ്രവാചകൻ ആദ്യമായി തീവ്രവാദ ആരോപണങ്ങൾ നടത്തുക, മറിച്ച് പ്രവാചകന്റെ ഹദീസുകളിൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറയുന്ന, പ്രവാചകൻ ചെയ്തു എന്ന് പറയുന്ന അത്തരം വ്യാഖ്യാനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇസ്ലാമിക ലോകം ഇന്നേ വരെ കാണാത്ത പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ച ഒരു മനുഷ്യന്റെ എക്സ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം വിട്ടയാൾ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും അറിയേണ്ട ഒരു വർത്തമാനമുണ്ട്. സാധാരണ ഏതെങ്കിലും ഒരു ഡിഗ്നിഫൈഡ് ആയ, ഏതെങ്കിലും ഒരു പവിത്രമായ സ്ഥാനം ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ എക്സ് എന്ന് പറയാം. എക്സ് MLA എന്ന് പറഞ്ഞാൽ മുൻപ് കാലത്ത് ഞാൻ MLA ആയിരുന്നു, ഇപ്പൊ ഞാൻ എക്സ് ആണ്. ഞാനിപ്പോ ആ MLA അല്ല, പക്ഷെ എനിക്ക് മുൻപത്തെ കാലത്തെ കുറിച്ച് അറിയിക്കുമ്പോൾ അഭിമാനമുണ്ട്. ഞാൻ എക്സ് പ്രവാസിയാണ്, എക്സ് ഗൾഫുകാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പ്രവാസിയായിരുന്നു, അവിടെ എന്റെ ചോര നീരാക്കി ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത് അഭിമാനബോധമാണ്. എന്നാൽ കേരളത്തിൽ ഒരു വിഭാഗം മാത്രം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു വരുമ്പോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാം അഭിമാനമാണെന്ന് പ്രഖ്യാപിക്കില്ല, മറിച്ച് ഇസ്ലാമിക പേര് വെച്ചുകൊണ്ട് തന്നെ ഞാൻ എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമികമായ വിശ്വാസങ്ങളെ ആഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആഖ്യാനിക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകളുണ്ട് എന്നാണ്. നിങ്ങൾക്കൊരു വ്യക്തിയെ കുറിച്ച് കേൾക്കാം, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എന്ത് വിദ്വേഷം പ്രചരിപ്പിക്കാനും കൃത്യമായ തെളിവുകൾ ഇസ്ലാമിക അധ്യാപനങ്ങളുണ്ട് എന്നാണ്.
ആ ചരിത്രത്തിൽ നിന്ന്, ആ ഖുർആനിൽ നിന്ന്, ആ ഹദീസുകളിൽ നിന്ന്, ആ രേഖകളിൽ നിന്ന് വായിച്ചിട്ട് നിങ്ങൾക്കാർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ നിങ്ങളുടെ രേഖകളിൽ നിന്ന് തന്നെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം അദ്ദേഹം ഇസ്ലാമിക നിയമങ്ങളെല്ലാം വളരെ ആഴത്തിൽ പഠിച്ച് പ്രവാചകനെ കുറിച്ച് നന്നായി അറിഞ്ഞ് ഖുർആൻ തഫ്സീറുകളെല്ലാം കൃത്യമായി പരിശോധിച്ച് എന്തോ ഒരു ആരോപണമായി വരികയാണ് നമുക്ക് തോന്നുക. എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം അറിയോ? ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള, ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത പ്രൊഫറ്റ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന് ചില ആരോപണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആരോപണം നമുക്കൊന്ന് കേൾക്കാം. മുഹമ്മദ് അങ്ങനെ വാരിക്കൂട്ടി ഉപരി വെക്കാൻ വേണ്ടി കൂട്ടി വെച്ച ഗനീമത്തിൽ നിന്ന് മുഹമ്മദ് ഒരു ചുവന്ന വെല്ലത്തിന്റെ പുറത്ത് കട്ടുകൊണ്ടുപോയി എന്ന് അന്ന് പല വിധത്തിൽ ഗനീമത്തിന് അവകാശികളായി കട്ടുന്നയിച്ച മുഹമ്മദിന്റെ സഹാബികൾ തന്നെ ആരോപണം ഉന്നയിച്ചു. ഓക്കെ, ഞാനൊരു സാഹചര്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാം. പലപ്പോഴും പ്രവാചകനെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങളിലെല്ലാം കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രവാചകൻ യുദ്ധക്കൊതിയനാണ് എന്ന്, ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത മനുഷ്യനാണ് എന്ന്, ഇസ്ലാം പ്രചരിച്ചതെല്ലാം വാളുകൊണ്ടാണ് എന്ന്. ഈ ആഖ്യാനത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായി എത്തുന്ന ഒന്നാണ് പ്രവാചകന്റെ യുദ്ധക്കൊതിയുമായി ബന്ധപ്പെട്ട ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും തുടങ്ങിയ യുദ്ധങ്ങളെല്ലാം. ഒരു കാര്യം ഇവിടെ വ്യക്തമായും പറയട്ടെ, പ്രവാചകൻ ജീവിതകാലത്ത് നയിച്ച എല്ലാ യുദ്ധങ്ങളും ഇന്നൊരു തെളിഞ്ഞ തിരശീല പോലെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ രേഖപ്പെടുത്തപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഏത് ഹിസ്റ്റോറിയോഗ്രഫിക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഗംഭീരമായി ആഴത്തിൽ ഇന്ന് കൃത്യമായും പഠനം നടക്കുന്നുണ്ട്. ഇന്നേ ഒരു മനുഷ്യനും ആ യുദ്ധത്തിൽ നിന്നും പ്രവാചകൻ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരെ ആ ജനവിഭാഗത്തെ അതിക്രമിക്കാനും അവരെ നശിപ്പിക്കാനും വേണ്ടി ചെയ്ത യുദ്ധമാണ് എന്ന ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരം ആളുകൾ അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ ഒരു പുതപ്പ് കട്ടെടുക്കാൻ വേണ്ടി യുദ്ധാർജിത മുതലിൽ നിന്നും ചില കളവുകൾ നടത്തിയതാണ്. നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ആരെ പറ്റിയാണ് പറയുന്നത്? ഇന്ന് ലോകത്ത് അമേരിക്കൻ ഐക്യനാടുകൾ പോലും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലും ലോകത്തെ ഏറ്റവും നല്ല കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ലോ, നിയമസംഹിതകൾ നൽകപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറഞ്ഞ് അംഗീകരിച്ച മനുഷ്യനാണ് പ്രൊഫറ്റ് മുഹമ്മദ്. ഇന്ന് ഇന്ത്യൻ നിയമങ്ങളിലടക്കം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് ശരിയാ ലോ ആണ്, അത് മുസ്ലിം പേഴ്സണൽ നിയമങ്ങളാണ്. ആ പേഴ്സണൽ നിയമങ്ങൾ വരുന്നത് അതേ പ്രവാചകനിൽ നിന്നാണ്. എന്താണ് പ്രവാചക നിയമങ്ങൾ? അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞു വന്നത് ഇത്തരം ഒരു പ്രവാചകനെ കുറിച്ച്, പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മദീന എന്ന് പറയുന്ന ഇന്നത്തെ സൗദി അറേബ്യയിലെ ആ ഒരു പട്ടണത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായ ഒരുപാട് സാമ്രാജ്യങ്ങൾ നയിച്ച ഒരു പ്രവാചകൻ ഒരു പുതപ്പ് കട്ടെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമായ കാര്യമാണ്. അല്ല സഹോദരൻ, നിസ്സാരമല്ല. പ്രവാചകനെ കള്ളനാക്കുന്നതോടുകൂടി, പ്രവാചകനെ മോഷ്ടാവായി വ്യാഖ്യാനിക്കുന്നതോടുകൂടി നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിന് പറയട്ടെ, എങ്ങനെയാണ് ആരോപണം വന്നിട്ടുള്ളത്? പ്രവാചകൻ പുതപ്പ് കട്ടു എന്നത് ഞാൻ പറഞ്ഞ നുണയല്ല. പ്രവാചകൻ പുതപ്പ് കട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് ഖുർആന്റെ തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൃത്യമായ തെളിവുകൾ ഞാൻ അവിടെ കാണിച്ചു. ഇതിവിടെ കേൾക്കുന്നത് എന്താണെന്നറിയോ? പലപ്പോഴും ഇത്തരം ആളുകൾ ഓൺലൈൻ മീഡിയയിൽ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഒരു മുസ്ലിമിനെ വേണ്ട മദ്രസയിൽ പോകുന്ന ഒരു 5ാം ക്ലാസ്സുകാരന്റെ മുമ്പിൽ പോലും വന്ന് നിന്ന് ഇത്തരം ഒരു വിഷയം സമ്മതിക്കാനുള്ള ധൈര്യമില്ലാത്ത ആളുകൾ ഏതെങ്കിലും ഒരു അടച്ചിട്ട മുറിയിൽ തങ്ങളുടെ പേജിൽ എന്ത് തോന്നിവാസങ്ങളും എഴുതി പിടിപ്പിക്കാമെന്നും ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിർദ്ദേശങ്ങളും പ്രചരിപ്പിക്കാമെന്നുമുള്ള ആ ഒരു ധൈര്യത്തിൽ നിന്നുമാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ പടച്ചുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഹദീസുകളിൽ നിന്ന്. അപ്പൊ പലപ്പോഴും ഒന്നും അറിയാത്ത മനുഷ്യന്മാർ വിചാരിക്കും, ഇയാൾ എന്തൊക്കെയോ ഹദീസൊക്കെ വായിച്ചാണ് പറയുന്നത്. രണ്ടാമത് തഫ്സീറിൽ നിന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും ഖുർആനൊക്കെ കേട്ട് അതിന്റെ വ്യാഖ്യാനമൊക്കെ വായിച്ച് ഭയങ്കരമായി പഠിച്ച് അയാൾ ആത്മാർത്ഥമായി വിമർശിക്കുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കുക. ഇപ്പൊ അയാൾ പറഞ്ഞ അവസാനം വെച്ചത് ഞാൻ കൃത്യമായ തെളിവുകളോടുകൂടി സ്വഹാബികൾ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞതാണ്. ഇനി അതിങ്ങനെ 2 മിനിറ്റിൽ കഴിയുമെങ്കിലും അത് പതിയെ മാറും. അതുകൊണ്ട് കിട്ടും. ഈ ആയത്തിന്റെ സന്ദർഭവും ഇതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ്. ഇപ്പൊ കളവ് മാറി എടുത്തോണ്ട് പോയതായി. പിന്നെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. സന്ദർഭത്തിൽ നിന്ന് മടർത്തിയെടുത്തപ്പോൾ സഹോദരങ്ങളെ ആത്മാർത്ഥമായിക്കൊണ്ട് പറയുകയാണ്, ഇത്തരം ആളുകളുടെ കാഴ്ചക്കാരായി ഓൺലൈൻ മീഡിയയിൽ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായി എടുക്കുന്ന പണി വൃഥാവിലോകം മാത്രമേ ഉണ്ടാവൂ. യാതൊരു ഉപകാരവും ഇല്ലാത്ത പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇത്തരം ആളുകൾ നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്ത സർട്ടിഫൈഡ് നുണയന്മാരുടെ ഒരു കൂട്ടമാണ് എക്സ് മുസ്ലിംസ് എന്ന പേരിൽ കേരളത്തിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളോ തഫ്സീറോ ഒന്നുമല്ല വിഷയം, മറിച്ച് ഇസ്ലാമിനെയും മുസ്ലിമിനെയും പ്രകോപിപ്പിക്കണം. ഇങ്ങനെ മുസ്ലിം ഒരു ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അദ്ദേഹം മോഷ്ടാവാണ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ മുസ്ലിങ്ങൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അവരുടെ ആ പ്രതികരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കുറെ പണം ഉണ്ടാക്കണം. ആ പണം ഉണ്ടാക്കാൻ ലക്ഷ്യമായി കേരളത്തിൽ കുറെ കാലമായി ഓടുന്നു. പക്ഷെ ഇന്ന് വരെയും അത് ഗുണം പിടിച്ചിട്ടില്ല. ഇനിയോ അവിടെയും അവസാനിക്കുന്നില്ല. ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ വർത്തമാനങ്ങളുടെ തുടർച്ചയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ യുദ്ധക്കൊതിയും അടിസ്ഥാനപരമായി ഇന്ത്യയിൽ അവർ ജീവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇന്ത്യയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അവർക്ക് ഈ ജിഹാദിന് നടത്താനുള്ള ഒരു വേദി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ജിഹാദ് എന്ന് പറയുന്ന വാക്ക് കേട്ടത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇത്തരം ആളുകളുടെ നുണവർത്തമാനങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. എന്താ സഹോദരങ്ങൾ ഇസ്ലാമിക ജിഹാദ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വന്തം ദേഹേച്ഛകളോട് പോരാടുന്ന പോരാട്ടത്തെയാണ് ജിഹാദ് ഇസ്ലാം വിശേഷിപ്പിച്ചത്. അതിൽ ഒരു ഭാഗം യുദ്ധത്തെ തീർച്ചയായും പരാമർശിക്കുന്നുണ്ട്. അത് യാതൊരു മടിയും നമുക്ക് പറയാനില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദിന്റെയും MDMA ജിഹാദിന്റെയും സ്കോളർഷിപ്പ് ജിഹാദിന്റെയും എല്ലാം പേരിൽ ഓരോ ദിവസവും പുതിയ ജിഹാദികൾ എഴുന്നള്ളിക്കുന്ന ആളുകൾക്ക് ജിഹാദിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഇനിയോ ഒരു മനുഷ്യൻ ഇങ്ങനെ നുണ പറഞ്ഞ് ലൈവിൽ തന്നെ പിടിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയാണല്ലോ, ഈ രാത്രിയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് സ്വച്ഛമായിട്ട് ഇരുന്നിട്ട് ഈ നുണ കേൾക്കാൻ വേണ്ടിയിരിക്കും. അപ്പൊ ഇവർക്ക് ഭയങ്കര മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈവിൽ കുറെ കാര്യങ്ങൾ ഇട്ടിങ്ങനെ തമർത്തും. അങ്ങനെ കേരളത്തിൽ സർട്ടിഫൈഡ് നുണയനായിട്ടുള്ള ഞാൻ നുണ പറയുന്ന ഔദ്യോഗികമായി പറഞ്ഞ മനുഷ്യൻ അയാള് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ വയലൻസുമായി ബന്ധപ്പെട്ട ഒരാൾ ലൈവിൽ ഒന്ന് അയാൾക്ക് പറഞ്ഞു, ഞാൻ ചാറ്റ് ചോദിച്ചപ്പോ ചാറ്റ് പറഞ്ഞു ഇസ്ലാമാണ് വയലന്റ് റിലീജിയൻ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഈ AI ഉപയോഗിക്കുമ്പോഴേക്കും ജെമിനിയോ ചാറ്റ് ഉപയോഗിക്കാൻ അറിയുമ്പോഴേക്കും അതാണ് എല്ലാം എന്ന് പറഞ്ഞ വിഭാഗം ആൾക്കാരുള്ളതുകൊണ്ട് അതിന് തെളിവായി കുട്ടികൾ മുമ്പിൽ വിചാരിച്ചിട്ട് ലൈവിൽ മുമ്പിൽ പിടിക്കപ്പെടുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. violent religion in the world എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഓപ്ഷൻസ് അവർ പലകുറിച്ച് ഇത്തരം പറയും. What is the? ഇപ്പൊ ഞാൻ ചെയ്യാണോ? What is the most violent? What is the most violent religion in the world? Scripture wise, just The word scripture wise, okay. നമ്മളോട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം ആളുകൾ എന്തിനാണ് ഇത്തരം സെർച്ചുകൾ നടത്തുന്നത്? വയലന്റ് റിലീജിയനായിട്ട് ഇസ്ലാമിനെ പ്രതിസ്ഥാനം നിർത്തേണ്ട ആവശ്യം എന്താണ്? നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണല്ലോ, ഇന്ത്യ പോലെയുള്ള നാട്ടിൽ പൂർണ്ണമായ സമാധാനത്തോടു കൂടി നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ആ ആക്ഷേപം കൊണ്ടുവരണം, ഇവിടെ അത്തരം തീവ്രവാദ ആരോപണങ്ങൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ ഇൻജക്ട് ചെയ്യുന്ന ഈ ഡീഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞല്ലോ, ആ ഡീഹ്യൂമനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ഈ ബാക്കിയുള്ള Scripture wise thinking, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീ വേർഷനിലാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പ്രയോജനം തന്നെയാണ്. ഇതൊക്കെ വരണ്ടല്ലോ. No scripture is a single-minded manual of peace or of violence. All the major sacred canons, Hebrew, Bible, Old Testament, Quran, Hindu. This is not what I have to say. Just to mention, Second. I am not a book. Be straightforward. let's go. Second. എന്റെ രീതി ഞാനൊന്ന് നോക്കാം. If you are forced a question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is. ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹം ChatGPT മോസ്റ്റ് വയലന്റ് റിലീജിയൻ ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞു അങ്ങനെ ഒരു സ്ക്രിപ്ചറും മോസ്റ്റ് വയലന്റ് ആയിട്ട് ടെററിസം പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ മുമ്പ് തെളിവ് കിട്ടിയില്ല. തെളിവ് കിട്ടാതാവുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, സാധാരണയായി ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഒരു നിസ്സാരമായ ഒരു പഠനം നടത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിക്കുമ്പോൾ ആ കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് അങ്ങനെ ഉൾക്കൊള്ളാണല്ലോ വേണ്ടത്. പക്ഷെ മുമ്പിൽ അത് പോരാ, ഞാൻ എന്റെ വഴി കൂടെ നോക്കട്ടെ എന്നാണ്. അങ്ങനെ മുമ്പിൽ വഴി കൂടെ സെർച്ച് നടത്താണ്. എന്താണ് ഇനി ഒന്നുകൂടി നോക്കുക, ഐ ആം നോട്ട് എ വോക്ക്. ഞാൻ ഇവിടുത്തെ പുതിയ അവിടുത്തെ ഈ പുരോഗമനവാദിയെ പോലത്തെ ആൾക്കാരല്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം വേണം. അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയില്ല. മുമ്പ് വളരെ നിരാശനാവാണ് എന്ന് മുമ്പ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി ഞാൻ ChatGPT ഫ്രീ വേർഷൻ നോക്കിയപ്പോഴാണ് അതിന്റെ പ്രോ വേർഷനിലാണെങ്കിൽ ഇസ്ലാമാണ് കിട്ടുവരുന്നതാണ്. ഇങ്ങനെ സെർച്ച് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച C. രവീന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ നാസ്തിക ദൈവം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ലോകത്ത് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി ഏതാണ്? ഈ ലൈംഗികമായ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ഏറ്റവും കൂടുതൽ അത്തരം കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് മുമ്പേക്ക് കിട്ടണം. അപ്പൊ മുമ്പ് സെർച്ച് ചെയ്തത് ഭയങ്കര രസമാണ്. മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ എന്നിട്ട് സെർച്ച് ചെയ്തു.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗൂഗിളിലേക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുക നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ തിരുവനന്തപുരത്ത് ഇവിടെ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ഇവിടുത്തെ കാര്യം സെർച്ച് ചെയ്താൽ ഗൂഗിൾ അതൊക്കെ റീഡ് ചെയ്യും. അപ്പൊ ഗൂഗിളിൽ കേൾക്കാണ് മോസ്റ്റ് ഫോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. അപ്പോൾ ഫസ്റ്റ് റിസൾട്ടുകളൊക്കെ പാകിസ്ഥാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഉപരി പറയാണ്, കണ്ടോ ഇസ്ലാമിന്റെ ലൈംഗിക കൊതി കണ്ടോ, മുസ്ലിങ്ങൾ ഇത്ര ലൈംഗികമായി വൈകൃതമുള്ള ആൾ. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇങ്ങനെ നുണകൾ പ്രചരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമായി ഇവർ മാറിയിരിക്കുന്നതാണ്. ഇനി യുദ്ധത്തെ മാറ്റി നിർത്താം. പലപ്പോഴും പ്രവാചകനെ കുറിച്ച് പോലും ഇത്തരം ആളുകളുടെ വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് നമ്മൾ ശരിക്കും കേൾക്കണം. പ്രവാചകനെ കുറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയുണ്ട് എന്നാണ്. അത് പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കുളിക്കുമ്പോൾ മുതൽ, ആ മനുഷ്യന്റെ ജോലിയിടങ്ങളിൽ മുതൽ, അവന്റെ രാഷ്ട്രീയ നിലപാടുകൾ മുതൽ, അവന്റെ വിവാഹ ജീവിതം വരെ എല്ലാത്തിലും പ്രവാചകൻ അവർക്ക് മാതൃകയാണ്. പക്ഷേ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഒരു ലൈംഗിക കൊതിയനാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം എന്നറിയോ? പ്രവാചകന്റെ വിവാഹത്തെ ചോദ്യം ചെയ്യണം. ഈ പറയുന്ന മനുഷ്യൻ തന്നെ പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങൾ കേട്ടു. 44 സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു കളി തരൂ കരളെ എന്ന് പഠിപ്പിച്ചു തന്നെ മതമാണെന്ന് പറയേണ്ടി വരും. 44 സ്ത്രീകളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആകെ ജീവിച്ചത് 23 വർഷമാണ്. ആ പ്രവാചകത്വത്തിന് മുൻപാണ് പ്രവാചകൻ ആദ്യമായി ഒരു വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന് 25-ാമത്തെ വയസ്സിൽ വിധവയായ കുട്ടികൾ ഉണ്ടായിരുന്ന ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി വിവാഹം കഴിക്കുന്നത്. ആ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 50 വയസ്സ് വരെയും ഭാര്യയായി ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്ന വർഷത്തെക്കുറിച്ച് ഇന്നും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ലോകത്തിന്റെ പ്രവാചകൻ ഏറ്റവും ദുഃഖം നിറഞ്ഞൊരു വർഷമായിട്ടാണ് എണ്ണപ്പെടുന്നത്. അത്രയും കൂടുതൽ വിവാഹ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും പവിത്രമായി കണ്ടിരുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ 50 വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നുണ്ട്. പ്രവാചകൻ ജീവിതത്തിൽ പിന്നീട് കടന്നു വന്ന ഭാര്യമാരെല്ലാം ഒന്നുകിൽ വിധവകളായിരുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ അവരെ വിവാഹം കഴിക്കേണ്ടി വന്നതായിരുന്നു. അങ്ങനെ പ്രവാചകൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീകളുടെയും പിന്നീടുള്ള വ്യാഖ്യാനങ്ങളിൽ പ്രവാചകൻ ലൈംഗിക കൊതിയനാണ് എന്നോ പ്രവാചകന്റെ കുടുംബജീവിതം പരാജയമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ സഹോദരങ്ങളെ, ആധുനിക ലോകത്ത് നാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറഞ്ഞ് അമേരിക്കൻ കോടതി പുറത്തുവിട്ട ലോക നേതാക്കന്മാരുടെ, പലപ്പോഴും സെലിബ്രിറ്റികളാണ് എന്ന് പറഞ്ഞ് മിന്നും താരങ്ങളായി താരപരിവേഷമുള്ള പല ആളുകളെയും ജീവിതത്തിന്റെ കുത്തഴിഞ്ഞ അകങ്ങൾ പുറത്തു വന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായത്. എപ്സ്റ്റൈൻ ഫയൽസ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ലോകത്തെ ശതകോടീശ്വരന്മാരായിരുന്ന പല ബില്യണേഴ്സും ലോക നേതാക്കന്മാരായി രാഷ്ട്രീയ രംഗത്തുള്ള അധികാരിമാരും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫയലാണ് എപ്സ്റ്റൈൻ ഫയൽസ്. ആ ഫയൽസിലുള്ളത് അവരുടെ നേട്ടങ്ങളല്ല, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ല, മറിച്ച് ജീവിതത്തിൽ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വം മൂലം മാത്രം ആയിരക്കണക്കിന് കുഞ്ഞു പെൺകുട്ടികളെ ഉപദ്രവിച്ച, ക്രൂരമായി മർദ്ദിച്ച, പീഡിപ്പിച്ച അത്തരം വാർത്തകൾ നിറഞ്ഞ ഒരു ഫയൽ പുറത്തു വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇന്നും ലോകത്ത് വൈവാഹിക ജീവിതത്തിന് പുറത്തുള്ള അത്തരം മ്ലേച്ഛമായ വൈകൃതങ്ങൾ തുടരുന്ന കാലത്ത് പ്രവാചകന്റെ 1500 വർഷങ്ങൾക്ക് മുൻപുള്ള ജീവിതത്തിന്റെ തികഞ്ഞ ആ തിരശീലയിൽ ഒരു ഭാഗത്ത് പോലും, ആ കാലത്തെ ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരം ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി അതേ വ്യക്തി തന്നെ പറയുന്ന രണ്ടാമത്തെ വർത്തമാനങ്ങൾ കേട്ടു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, മുഹമ്മദ് നബി പണ്ട് ഇതേപോലെ ഒരു ബലാത്സംഗത്തിൽ കൂട്ടുനിന്നിട്ടുണ്ട്. ആരും കല്ല് ബോംബൊന്നും എറിയരുത്. അതായത് കണ്ടോ, ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. പ്രവാചകൻ 44 ഭാര്യമാരുണ്ട്. ഇങ്ങനെ തുടർച്ചയായി നുണ പറയുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ സ്വീകാര്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്നേഹസംഗമങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ പോലും ഉള്ളിൽ തൊട്ടടുത്ത് അദ്ദേഹം പറഞ്ഞത് ആരും കല്ലെറിയോ ബോംബറിയോ എന്ന് ചെയ്തതാണ്. കാരണം എന്താ അറിയോ, മുസ്ലിങ്ങളൊക്കെ പ്രതികരിക്കുക ബോംബറിയിട്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് എത്രയും വിദ്വേഷ പ്രചാരം ഉണ്ടായപ്പോഴൊക്കെ ഇവിടെ ബോംബാണല്ലോ ഓരോ ദിവസം വീഴാറുള്ളത്. ഇങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ പതിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ അവിടെ നിൽക്കുന്നില്ല. ഇനി പ്രവാചകന്റെ ഹദീസുകളിൽ തന്നെ ഇങ്ങനെ ക്രൂരമായി വ്യാഖ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. എക്സ് മുസ്ലിംസ് എന്ന പേരിൽ ഇത്തരം ആളുകളെ ആഖ്യാനിക്കുന്ന ചില ഹദീസിന്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രവാചകന്റെ ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുമായി ഒരു വൈവാഹിക കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും എന്നാൽ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ പ്രവാചകൻ അത് സ്വയം പിന്മാറുകയും അവർക്ക് ചില ഉപഹാരങ്ങൾ നൽകിക്കൊണ്ട് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുമെന്നാണ് പറയേണ്ട ഒരു കാര്യം. ഇതൊക്കെയും ഇസ്ലാമിക ലോകത്ത് 1500 വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് രേഖപ്പെടുത്തി പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് മാത്രം ആയിരക്കണക്കിന് കിതാബുകൾ, ഗ്രന്ഥങ്ങൾ ഇന്ന് ഇസ്ലാമിക ലോകത്തുണ്ട്. അവർക്കൊന്നും അത് എഴുതുമ്പോൾ തോന്നിയിട്ടില്ല 2026 ആവുമ്പോൾ ഏതൊക്കെ മനുഷ്യന്മാർ ഇസ്ലാമിനെ എതിർക്കും, അതുകൊണ്ട് ഇങ്ങനെ എഴുതണ്ട, കുറച്ചൊന്ന് മാറ്റി എഴുതാം, ഒന്ന് പതപ്പിക്കാം എന്ന് ഇവർക്കാർക്കും തോന്നിയിട്ടില്ല. പക്ഷെ ഇവർക്ക് അതിന്റെ ഇടയിൽ വരികളിലൂടെ വായിച്ചപ്പോൾ ചിലത് കിട്ടി. ഇനി ആ മനുഷ്യനെ പറയട്ടെ, പ്രവാചകൻ എന്താണ് ചെയ്തതെന്നുള്ളത്.
അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. അത് വിവാഹമാണോ? അല്ല. ഓക്കെ, ഇതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞത് സംശയമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. The Prophet married Umayma bin Sharahil, and when she was brought to him, he stretched his hand towards her. It seemed that she disliked that. Whereupon the Prophet sallallahu alaihi wasallam ordered Abu Usaid to prepare her and to provide her with 2 white linen dresses എന്നതാണ് പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അബൂ ഉസൈദ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ മകളെ കൊണ്ട് പ്രവാചകൻ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ മകൾക്ക് താങ്കളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, താങ്കൾ വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും അറേബ്യയിൽ പ്രവാചകനെ കണക്കാക്കിയിരുന്ന ഒരു പവിത്രത കൂടിയായിരുന്നു അത്. അവരുടെ എല്ലാം പെൺമക്കളെ പ്രവാചകൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലേക്ക് പ്രവാചകൻ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ആ ഭാഗത്ത് പ്രവാചകൻ അവരുടെ അടുത്തേക്ക് പോയ സമയത്ത് അവർ പറഞ്ഞു, ഇല്ല, എനിക്കിത് താല്പര്യമില്ല, ഞാൻ അഭയം തേടുന്നു പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ അതിൽ നിന്ന് പിന്തിരിയുകയും പ്രവാചകൻ അവർക്ക് വേണ്ടി നീ 2 നല്ല വൈറ്റ് ലിനൻ ഡ്രസ്സുകൾ നൽകണമെന്ന് പറഞ്ഞ് ആ ഒരു ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിനിടയ്ക്ക് അദ്ദേഹം വ്യാഖ്യാനിച്ചു വന്നത് പ്രവാചകൻ കല്യാണം കഴിച്ചിട്ടില്ല, അത് വിവാഹമല്ല, ഇനി പ്രവാചകൻ ഏതോ ഒരു തോട്ടത്തിൽ പോയിട്ട് ഈ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ചതാണ്. ഇങ്ങനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന് കൂടെ തന്നെ മറ്റൊരാളോട് ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാം. കല്യാണം കഴിഞ്ഞുകൊണ്ടെന്നാണ് ഹദീസിലുണ്ട്. കല്യാണം കഴിഞ്ഞത് എവിടെ തെളിവ് എന്ന് ആരും ചോദിക്കുന്നത്, ആരെങ്കിലും മറുപടി പറയാം. എവിടെയാ തെളിവ് എടുത്ത് കാണിച്ചു കൊടുക്കുക. അല്ലാതെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുൻപ് പറഞ്ഞതാണ് വിവാഹം കഴിച്ചിട്ടില്ല, ഇപ്പൊ പറഞ്ഞതാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കല്യാണ വിവാഹങ്ങളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. ഒന്ന് വെഡിങ് ആണ്, 2 മാരേജ് ആണ്, 2 ഒന്നിച്ച് പറയാൻ പറ്റൂല. ഇങ്ങനെ കളവുകൾ പറഞ്ഞ് ലൈവായി പിടിക്കപ്പെട്ട് തേഞ്ഞ് പോകുന്ന ഒരു ജീവിതമായി മാറുന്ന വിഭാഗം. ഇനി തുടർന്ന് അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് എങ്ങനെയാണ് വിവാഹം കഴിച്ചെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഹദീസിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? ഹദീസ് തെളിവ് വെച്ചിട്ടാണ് പ്രവാചകൻ എതിർക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം കേട്ടിക്കാറുണ്ടല്ലോ ഹദീസിലുണ്ട്, തഫ്സീറിലുണ്ട്, പക്ഷെ പിന്നെ പതുക്കെ പിടിക്കപ്പെട്ടപ്പോ ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? ഹദീസിൽ ശരിയാവുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞ് അവസാനം ഇങ്ങനെ മെഴുകുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ഒരു വിഭാഗം എത്തുകയാണ്. ഇനി ഇദ്ദേഹം തന്നെ അവർക്ക് മറുപടി കൊടുക്കുന്നത് ഇത് ഭയങ്കര രസമാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഈ കവലയിലൊക്കെ 2 ബുദ്ധിയില്ലാത്ത ആൾക്കാർ തല്ലിയോടും നമ്മൾ മാറി നിന്ന് നോക്കുമല്ലോ, എന്താ ഇത് കാണിക്കുന്നു നോക്കിയിട്ട്. ഇതുപോലെ 2 ബുദ്ധി മോശങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടുന്ന രംഗം കൂടി നിങ്ങൾ കണ്ടോളി. അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തത് വരുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തത് വരുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തത് വരുന്നത്. വിവാഹം ചെയ്തതിന് എവിടെ? ഒരു പക്ഷേ ഇവർ അത്രത്തരം പരിചയമില്ലാത്ത ആളുകൾക്ക് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താണ്. ഈ മനുഷ്യന്മാരൊക്കെ ഇന്ന് നമ്മുടെ എല്ലാം ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഓരോ ദിവസവും രാത്രി വന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ നുണ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓരോ ദിവസവും ഇത് ഇൻജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, മറുഭാഗത്ത് പിടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഭാഗത്തിന് വരുമാനം കിട്ടുന്നത് കൊണ്ട് മാത്രം, വളരെ ബോധത്തോടു കൂടി പറയാൻ, വരുമാനം കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിതോപാധി മൊത്തം നശിച്ച് സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് യാതൊരു ഗത്യന്തരവും ഇല്ലാതെ കുടുംബജീവിതമോ ഭാവിയെ കുറിച്ചൊരു കാഴ്ചപ്പാടോ ഇല്ലാതെ ഈ വിദ്വേഷം പരത്തിൽ മാത്രം തെളിവാക്കി എടുക്കുന്ന മനുഷ്യന്മാരുടെ പണിയാണ് നിങ്ങൾ കണ്ടത്. എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നുണ പറയാൻ ഒരു മടിയില്ല. അതുകൊണ്ട് നിങ്ങൾ കേട്ടു. എന്നിട്ട് നുണയാണെങ്കിൽ പറയാൻ നമ്മൾ തിരുത്താം, മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ്. എനിക്ക് വെരിഫൈ ചെയ്യാൻ വയ്യാനിട്ടാണ്, സമയമില്ല. അപ്പൊ നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിരുന്നു, നമ്മളിനി എടുത്ത് വീശുള്ളൂ, ബാക്കി നിങ്ങളായി നിങ്ങളെ പാടെ. നോണയൊക്കെ നമ്മളിനി ചറവാ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്, ഒരു വെരിഫിക്കേഷൻ നിയമം നടത്താൻ പോകുന്നില്ല. നോണയൊക്കെ നമ്മളിനി ചറവാ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്, ഒരു വെരിഫിക്കേഷൻ നിയമം നടത്താൻ പോകുന്നില്ല. ഓക്കെ, നോണ ചടപടാന്ന് പറയാൻ ഇനി തുടങ്ങിയ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നിർത്താൻ എന്തായാലും സത്യം കൊണ്ട് സാധിക്കില്ല, ബോധ്യപ്പെടുത്തൽ കൊണ്ട് സാധിക്കില്ല. ആകെയുള്ള പണി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളെ കണ്ട് വഴിതെറ്റി പോകുന്ന അവരുടെ ഫാൻസ് ആണ് എന്ന് പറയുന്ന ഓരോ തവണയും ഇവരെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഏറ്റെടുത്ത് ഇസ്ലാം വിട്ട ആളുകളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയാണ്, മനുഷ്യരായി പോലും മനുഷ്യരുടെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ഇത്തരം വിഭാഗം ആളുകളെ നിങ്ങൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ അർത്ഥശൂന്യതയാണ് ബോധ്യപ്പെടുത്തുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ ഏറ്റവും പ്രമുഖമായി ഇത്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ കേരള യുക്തിവാദി സംഘവും നാസ്തിക വിഭാഗവും എസൻസും അടക്കം
ഒരുപാട് സംഘടനകൾ നിലവിലുണ്ടെങ്കിലും പരസ്പരം തല്ലിപ്പിരിഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ സംഘടനകളാവുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ്. അത് ഒരു മുസ്ലിമിനെ ഇവിടെ വെറുക്കപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ ശ്രമത്തെ കൃത്യമായും ഇത്തരം സംഗമങ്ങൾ ചെറുത്തു തോൽപ്പിക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ നാം അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നാം നേരെ അതിന് അപകടം കണ്ട ചില നിമിഷങ്ങളുണ്ട്. കേരളത്തിൽ കളമശ്ശേരിയിലെ എറണാകുളം കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം സംഭവിച്ചു. ക്രൈസ്തവ വിഭാഗത്തിലെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മങ്ങൾക്കിടയിൽ അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ദുഃഖമുണ്ട്. ഏതൊരു മനുഷ്യരാണെങ്കിലും ജീവിക്കാനുള്ള അവകാശം എങ്ങനെ ഹനിക്കപ്പെട്ടാലും അത് ദുഃഖം തന്നെയാണ്. അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ആ വാർത്ത മലയാളം ന്യൂസ് ചാനലുകളുടെ ഹെഡ്ലൈനുകളിൽ വരുന്ന ഒന്നാമത്തെ രംഗത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ? ആദ്യമേ പറഞ്ഞ വാക്കുകൾ കളമശ്ശേരിയിൽ സ്ഫോടനം, ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്, വിദൂര നിയന്ത്രിത സ്ഫോടനമാണ് നടന്നത്. പിന്നെയുള്ള വ്യാഖ്യാനം ഹമാസുമായി ബന്ധമുണ്ട് എന്നാണ്. കളമശ്ശേരിയിൽ ഒരു ബോംബ് പൊട്ടിയപ്പോൾ ഫലസ്തീനിലുള്ള ഹമാസ് ഗ്രൂപ്പുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോഴും അറിയാതെ പോലും ഒരു മുസ്ലിം മനസ്സിൽ അതൊരു മുസ്ലിം നാമധാരിയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടു ചെന്നെത്തിച്ചത്. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തന്റെ താടിയോ തന്റെ ഹിജാബോ തന്റെ വസ്ത്രധാരണയോ മറ്റുള്ള ആളുകൾ ക്രൂശിക്കപ്പെടുന്ന, മറ്റുള്ള ആളുകളെ വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ മാനസിക സംഘർഷങ്ങൾ നേരിടുന്ന ഓരോ മുസ്ലിമും നേരിടുന്ന ആ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇത്തരം ആളുകളുടെ വിദ്വേഷ പ്രചാരണങ്ങളാണ്. ഇനിയോ അങ്ങനെ ആ വാർത്തകളൊക്കെ മുന്നോട്ട് പോയി അവസാനം വാർത്ത വന്നു. ഒരു വൈകുന്നേര സമയമായപ്പോൾ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം കീഴടങ്ങിയ ആൾ കൊച്ചി സ്വദേശി മാർട്ടിനാണ് എന്ന്. മാർട്ടിൻ എന്ന് കേട്ടപ്പോൾ പിന്നെ ന്യൂസൊക്കെ പതുക്കെ ഒതുങ്ങി. പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ സൈഡിലൊരു ന്യൂസ് ഉണ്ട്, കളമശ്ശേരിയിൽ സ്ഫോടനം എന്ന്. അതെങ്ങാനും ഒരു മുസ്ലിം നാമധാരിയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പേജിന്റെ ഫ്രണ്ട് ഹെഡ്ലൈൻ ആയിക്കൊണ്ടത് കാണാൻ സാധിക്കുമായിരുന്നു. ഇത് വെറുതെ പറയല്ല, കണക്കുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഗവേഷക സ്ഥാപനങ്ങളിൽപ്പെട്ട യൂണിവേഴ്സിറ്റി ഓഫ് അൽബാമ പറയുന്ന ഒരു കണക്ക് പ്രകാരം ടെറർ അറ്റാക്സ് ബൈ മുസ്ലിംസ് റിസീവ് 357% മോർ പ്രസ് അറ്റൻഷൻ എന്നാണ്. 357% പ്രസ് അറ്റൻഷൻ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അറിയോ, മുസ്ലിം വോട്ട് ബാങ്ക്, മുസ്ലിം തീവ്രവാദം, കൗമിലെ കുട്ടി, അവർ വോട്ട് ചോദിക്കുന്ന മുസ്ലിം ആയതുകൊണ്ടാണ്, അതുകൊണ്ട് മുസ്ലിം സാമുദായിക അവകാശങ്ങൾ നേടിയെടുത്ത് മറ്റുള്ളവർ അതിക്രമിക്കാണ്. സഹോദരൻ, എന്നാണ് കേരളത്തിൽ ഈ ചർച്ച വന്നത്? മുസ്ലിമും ഈഴവനും ക്രൈസ്തവനും എന്നെല്ലാം വേർതിരിച്ച് ഇത്തരം വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കിയ ചർച്ച എന്നാണ് തുടങ്ങിയത്? ആ തുടങ്ങിയതിന്റെ തുടക്കത്തിലല്ല ഈ വിദ്വേഷ പ്രചാരകരുണ്ട്. അതിവിടെ അവസാനിക്കുന്നതല്ല. പലപ്പോഴും സാമുദായിക നേതാക്കൾ എന്ന പേരിൽ നാഴികക്ക് 40 വട്ടം മുസ്ലിം വിരോധം പറഞ്ഞു വരുത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പ്രചരിപ്പിച്ച വംശീയമായ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള നെഗറ്റീവുകൾ മാത്രം എണ്ണി പറയാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മാത്രം 2 മണിക്കൂർ തുടർച്ചയായി കേരളത്തിൽ അറിയപ്പെടുന്ന സാമുദായിക നേതാക്കന്മാരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ അത്തരം വംശീയ പരാമർശങ്ങൾ എണ്ണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം വളരെ ക്ലോസ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ ഫണ്ടിങ് ഇസ്ലാമോഫോബിയ $206 million went to promoting hatred of American Muslims ആണ്. അമേരിക്കൻ മുസ്ലിങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി $206 million ചെലവഴിച്ചതാണ്. $206 million എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? ഒരു 1 എന്നിട്ട് 11 പൂജ്യം ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കില്ല. അത്രയും വലിയ തുക ചെലവഴിക്കുന്നതിനാണെന്നറിയോ? അമേരിക്കൻ മുസ്ലിങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് അമേരിക്കയിലെ ലോക പോലീസ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ അവിടെയുള്ള ഇലക്ഷനിൽ പോലും പ്രധാന പ്രചരണ അജണ്ടയായി അവരുടെ വോട്ട് നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മുസ്ലിം എന്ന പേര് വരുന്നത് ഇന്ന് അമേരിക്കൻ മുസ്ലിംസ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ ജസീറ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം അമേരിക്കൻ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രൂരമായ വംശഹത്യകൾക്കിടയിലും 4 ൽ 3 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന കണക്കുകളാണ് വരുന്നത്. ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി ഈ മതം ഇത്രയും വിദ്വേഷ പ്രചാരണങ്ങൾക്കിടയിലും വർദ്ധിക്കാൻ ചില കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ആ കാരണം എന്ന് പറയുന്നത് എത്ര തന്നെ ഇത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചാലും ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവിക നന്മയാണ്, മനുഷ്യന്റെ നന്മയാണ്. അവിടെ ഓരോ മനുഷ്യനും ജീവിക്കുമ്പോൾ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളാണ്. അത് സാമ്പത്തികമായ നിർദ്ദേശങ്ങളുണ്ട്. ഇസ്ലാം ഒരു മനുഷ്യൻ സമ്പാദിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. അതിന്റെ ഹറാമുകൾ കടരാൻ പാടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തോന്നിയ ജോലി ചെയ്യാൻ പറ്റില്ല. സഹോദരങ്ങൾ, നാം അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലെ ഫെബ്രുവരി 14 എന്ന് പറയുന്ന വാലന്റൈൻസ് ഡേക്ക് മാത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് കോൺട്രസെപ്റ്റീവ്സ് ആണ്.
അത്തരം കാര്യങ്ങൾ ചിലവഴിച്ച് ഇന്ന് പലപ്പോഴും സ്വകാര്യമായ ലൈംഗികത ഉപയോഗിച്ചുകൊണ്ട് പുതുതലമുറ തങ്ങളുടെ ശരീരം ഇട്ട് എത്ര പണം വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഓൺലൈനിൽ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന കൽപ്പന ഹലാലായ വഴിയിലൂടെ മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഹലാലും ഹറാമും എന്താണ്? പലപ്പോഴും ഹലാലിലേക്ക് അങ്ങ് ഉത്തർപ്രദേശ് മുതൽ ഇങ്ങ് കേരളം വരെയും വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം. നോമ്പ് കാലത്ത് മലപ്പുറം അങ്ങാടിയിൽ ഇറങ്ങിയാൽ ഒരു വെള്ളം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുന്നോട്ട് പോയി ഹലാലിനെ വ്യാഖ്യാനിച്ച് മുസ്ലിയാക്കന്മാർ കുപ്പുന്ന വെള്ളമാണ് ഹലാൽ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ആളുകൾ ഇന്ന് കേരളത്തിലെ മലയാളികൾ തന്നെയാണെന്ന് പറയുമ്പോൾ നാം കൃത്യമായി തിരിച്ചറിയുന്നതാണ്. ഇനിയോ ആ മുസ്ലിമിന് പണം സമ്പാദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നിർദ്ദേശമാണ് പലിശ ഒരിക്കലും അവന്റെ സമ്പാദ്യത്തിൽ കയറാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നശിക്കപ്പെടുന്ന, ആളുകളെ മാനസിക സംഘർഷങ്ങളിലേക്ക് എത്തുന്ന, ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന ഒരു തിന്മ എന്താണെന്ന് ചോദിച്ചാൽ അത് പലിശയാണ്. ആ പലിശയെ കുറിച്ച് ലോകത്ത് മറ്റൊരാശയത്തിലും ഇത്ര കൃത്യമായിട്ട് പലിശ എതിർക്കാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം പറയുന്നു അണുമണി തൂക്കം പലിശയാണെങ്കിലും പലിശ എഴുതി വെക്കുന്നവനും വാങ്ങുന്നവനും കൊടുക്കുന്നവനും സാക്ഷിയാവുന്നവനും എല്ലാം ആ വിഭാഗത്തിൽപ്പെടുന്നതാണ്. എന്നെ കേൾക്കുന്ന ആളുകളിൽ EMI എടുത്ത്, ഇൻസ്റ്റാൾമെന്റ് എടുത്ത്, ജീവിതത്തിൽ തികയാത്ത പൈസയ്ക്ക് പോലും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പലിശ പണം കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടാൻ ശ്രമിച്ച് പിന്നീട് വലിയ കടബാധ്യതകളിലേക്ക് എത്തി പലിശ വാങ്ങിയ തുകയേക്കാൾ മൂലധനത്തേക്കാൾ എത്രയോ ഇരട്ടി പലിശ അടച്ചിട്ടും ഇന്നും ബാങ്കുകളുടെ തിണ്ണകൾ കയറി നിരങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നു നിങ്ങൾക്ക് പലിശ പാടില്ല എന്ന്. ഇതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. പക്ഷേ ഇവിടെ ഈ പലിശയിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന വ്യവസായങ്ങൾക്ക് ഒരിക്കലും അത് സഹിക്കാൻ സാധിക്കില്ല എന്നതാണ്. അങ്ങനെ നിർദ്ദേശങ്ങൾ അവിടെ മാത്രം അവസാനിക്കുന്നില്ല. ചൂതാട്ടം, ഗാംബ്ലിംഗ് പലപ്പോഴും പുതുതലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. ഓൺലൈൻ റമ്മി പ്ലേയിങ്, പല ഗെയിമുകളുടെ അടിസ്ഥാനത്തിൽ MLM മാർക്കറ്റിംഗ്, പിരമിഡ് മാർക്കറ്റിംഗ് എന്നെല്ലാം പേരിൽ ഇത്തരം ഗാംബ്ലിംഗ് സ്വഭാവത്തിലുള്ള ചൂതാട്ടങ്ങൾ നടക്കുമ്പോൾ അത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. തെറ്റായ രൂപത്തിൽ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാത്തിന്റെയും വഴികൾ പോലും ഇസ്ലാം കൃത്യമായി മടക്കുന്നതാണ്. ഇനി അവിടെയും അവസാനിച്ചോ? ഇല്ല, ധൂർത്തിനെയും പിശുക്കിനെയും കൃത്യമായി നിയന്ത്രിച്ചു. ഒരു മനുഷ്യൻ സമ്പാദ്യം ചെലവഴിക്കുമ്പോൾ ധൂർത്ത് പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പാവപ്പെട്ട അഗതികൾക്കും അനാഥകൾക്കും കൃത്യമായും തങ്ങളുടെ സമ്പത്ത് നൽകപ്പെടുന്ന സക്കാത്ത് പോലെയുള്ള സ്വതക്കുകൾ പോലുള്ള സംവിധാനങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഒരു കണക്ക് മാത്രം പറയട്ടെ. ലോകത്ത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പട്ടിണിയുടെ കണക്കെടുത്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരും അനുഭവിക്കുന്ന പട്ടിണിയുടെ സാമ്പത്തികമായ മാന്ദ്യത്തെ ഇസ്ലാം പറഞ്ഞു വെക്കുന്ന സക്കാത്ത് എന്ന് പറയുന്ന, പലപ്പോഴും എന്നെ കേൾക്കുന്ന പല ആളുകളും നോമ്പ് കാലത്തും മുസ്ലിങ്ങൾ അങ്ങനെ പണം നൽകുന്ന 2.5% കണക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ 2.5% ലോകത്തെ കോടീശ്വരന്മാരിലെ ഏറ്റവും ആദ്യത്തെ 10 ആളുകൾ മാത്രം തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും അത് ചെലവഴിക്കുകയാണെങ്കിൽ ലോകത്തിന് നിലനിൽക്കുന്ന പട്ടിണി മാറുന്നതാണ്. ഇസ്ലാം പറഞ്ഞ ഒരു മാർഗനിർദ്ദേശം പാലിച്ചാൽ മാത്രം അത്രയും സുന്ദരമായി പോകേണ്ട ഈ നാടിനെ നശിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഇനി അവിടെയും അവസാനിക്കുന്നില്ല. പലപ്പോഴും ഈ ലൈംഗികാരോപണവും ഈ യുദ്ധാരോപണങ്ങളൊക്കെ തുടരുന്നത് സ്ത്രീപക്ഷത്തെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ട പല വാക്കുകളും ശ്രദ്ധിച്ചു നോക്കി നോക്കുക. ഹിജാബിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാം, സ്ത്രീകളുടെ അനന്തര സ്വത്തിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാം, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെയെല്ലാം സ്ത്രീകളെ സെന്ററായി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരം അക്കാദമികമായി ചർച്ച ചെയ്യുന്നിടത്ത് കൃത്യമായ മറുപടികൾ നൽകാറുണ്ട്. പക്ഷേ ഇസ്ലാമികമായി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ, വ്യവസായങ്ങൾ. സഹോദരങ്ങളെ, ചുണ്ടിൽ തേക്കുന്ന ലിപ്സ്റ്റിക് മുതൽ മുഖത്തിടുന്ന ഓരോ മേക്കപ്പ്, കോസ്മെറ്റിക്സ് ഉപകരണങ്ങൾ വരെയും ഇന്ന് ലോകത്തെ ഏറ്റവും ആദ്യത്തെ 18 രാജ്യങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് വെറും $18 ബില്യൺ ആണെങ്കിൽ ലോകത്ത് ഈ പറയുന്ന കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ആ ഒരു വ്യവസായം മാത്രം വിറ്റുവരവ് നടത്തുന്നത് $500 ബില്യൺ ആണ്. എത്ര ഇരട്ടിയാണോ ആലോചിക്കണം? 100 ഇരട്ടിയാണോ? അത്രയും ഇരട്ടി പണം പരസ്പരം കൈമാറപ്പെടുന്ന ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഇസ്ലാമിന്റെ പവിത്രമായ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച്, ഐഡന്റിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്ന് ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും യൂട്യൂബും സ്നാപ്ചാറ്റും എല്ലാം സ്ക്രോൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അറിയുന്ന കാര്യമാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ പോലും സബ്സ്ക്രിപ്ഷൻ മോഡുണ്ട്. എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് എന്താണെന്ന് നോക്കിയാൽ അത് സ്ത്രീകളുടെ ആകാര വടിവിനെ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികമായ ഉത്തേജനം നൽകുന്ന രംഗങ്ങൾക്ക് മാത്രമായിരിക്കും. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? അങ്ങനെ തുടങ്ങി ഓരോ വിഷയത്തിലും വൈവാഹിക ജീവിതത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് കേരളത്തിലടക്കം റെഡ് സ്ട്രീറ്റ് കൊണ്ടുവരുന്നതാണ് വാദം. റെഡ് സ്ട്രീറ്റ് ഇത്തരം അതേ ആളുകൾ വാദിക്കുന്നത് തിരുവനന്തപുരം പോലത്തെ പ്രദേശത്തൊക്കെ റെഡ് സ്ട്രീറ്റുകൾ വരണം. ബോംബെയിലും മറ്റു സ്ഥലത്തൊക്കെ കാണുപോലെ വേശ്യാവൃത്തി പരസ്യമായി ചെയ്യുന്ന സ്ഥലങ്ങൾ വേണം. എന്തിനാണ്?
വിവാഹം കഴിച്ചാൽ വലിയ ഉത്തരവാദിത്തമാണ്. വിവാഹം കഴിച്ചാൽ ഒരു ഭാര്യയെ പോറ്റണം, ഭാര്യയെയും പരസ്പര പൂരകമായി മുന്നോട്ട് പോകണം, മക്കളുണ്ടാവും, അതെല്ലാം ബാധ്യതയാണ്. ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണമല്ലോ. അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിവാഹം വേണ്ട. വിവാഹം വേണ്ടെങ്കിൽ തീർച്ചയായും അവിടെ there should be a solution for that. എന്താണ്? ഒരു മനുഷ്യന് വിവാഹമില്ലെങ്കിൽ തങ്ങളുടെ ലൈംഗികമായ ആസക്തി നിർവഹിക്കാൻ ചില സ്ഥലങ്ങൾ വേണം. അതിനെന്ത് വേണം? വേശ്യാവൃത്തി ഇവിടെ ലീഗലാക്കണം. ഇവിടെ തിരുവനന്തപുരം അങ്ങാടിയിലൊക്കെ ഒരാൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പരസ്യമായി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വേണം. ഞാൻ പറയുന്നത് കേരള പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന ലോക സഞ്ചാരി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ വെച്ച് പറഞ്ഞൊരു വാക്കാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ കേരളത്തിൽ റെഡ് സ്ട്രീറ്റ് വേണമെന്ന് പറയുന്ന വാക്കുകളടക്കം അദ്ദേഹം കൊണ്ടുവന്നു. ഇനിയോ അവസാനത്തെ വാക്ക്, പലപ്പോഴും ഇങ്ങനെ ഇസ്ലാമിക നിർദ്ദേശങ്ങളെ എതിർക്കുമ്പോൾ തന്നെയും നേരത്തെ പറഞ്ഞ ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും ഇസ്ലാമിക യുദ്ധത്തിന്റെയും വയലൻസിന്റെയും എല്ലാം മതമാക്കി വെക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയാണ്. ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഭരണാധികാരികൾ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ മരിക്കുന്നത് വരെ നടത്തിയ യുദ്ധത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ യുദ്ധത്തിൽ ഇരുഭാഗത്തുമായി മരണപ്പെട്ട ആളുകളുടെ കണക്ക് വെറും 1500 താഴെയാണ്. 1500 താഴെയാണ് പ്രവാചകൻ നയിച്ച മുഴുവൻ യുദ്ധങ്ങളിലും മരണപ്പെട്ട ആളുകളുടെ കണക്ക്. സുഹൃത്തുക്കളെ, ഫലസ്തീനിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം 60,000 ആളുകൾ എന്ന് മുതൽ കണക്കിന് മുന്നോട്ട് പോവാണ്. അതിൽ 10,000 കണക്കിന് പിഞ്ചു മക്കളുണ്ട്, കാലും കൈയും ഛേദിക്കപ്പെട്ട കുരുന്നുകളുണ്ട്, വിധവകളാക്കപ്പെട്ട ഭാര്യമാരുണ്ട്. ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം വായിക്കുന്ന കാലത്താണ് പ്രവാചകന്റെ യുദ്ധത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ തീവ്രവാദത്തെക്കുറിച്ചും എല്ലാം ആഖ്യാനങ്ങൾ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇത്തരം കണക്കുകളും ഈ പറയുന്ന ആളുകളുടെ കളവുകളും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മതപരമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമിനും ഇവിടെ സ്വസ്ഥമായി സമാധാനമായി സുന്ദരമായി മതേതരമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ആ ഒരു മതേതരമായ കേരളത്തെ വീണ്ടെടുക്കാൻ, ആ മതേതരമായ സൗഹാർദ്ദത്തെ വീണ്ടെടുക്കാൻ നമുക്ക് തീർച്ചയായും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മതമില്ലാത്ത ആളുകളാണെങ്കിലും ഇവിടെ അടിസ്ഥാനപരമായി ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്. നമുക്ക് സമ്മതിക്കാം, ഇസ്ലാമികമായ ആശയങ്ങളെയും മറ്റാശയങ്ങളെയും സമ്മതിക്കാം, ചർച്ച ചെയ്യാം, പരസ്പരം തിരിച്ചറിയാൻ ശ്രമിക്കാം, കൂടുതൽ അടുത്തറിയാൻ സാധിക്കാം. പക്ഷേ അവിടെയെല്ലാം വിദ്വേഷങ്ങൾക്കോ വർഗീയതയ്ക്കോ ഇത്തരം വിഷം ചീറ്റലുകൾക്കോ ഇടം നൽകാതിരിക്കാൻ കൃത്യമായ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അള്ളാഹുവിന്റെ നൂറിനെ, സൃഷ്ടാവിന്റെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടാവിന്റെ നിയമങ്ങളെ ഊതിക്കെടുത്താൻ, അവന്റെ ആ പ്രഭയെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അതും അവരുടെ വായുണ്ട്. പക്ഷേ വല്ലാഹു മുതിമ്മു നൂരിഹി, ഒരിക്കലും ആ പ്രഭ കെട്ടുപോകുകയില്ല എന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ മതവും ആ വിശ്വാസവും കൂടുതൽ ഐക്യത്തിലേക്കും കൂടുതൽ മതേതരത്തിലേക്കുമാണ് നമ്മൾ നയിക്കുക. ആ ഒരു കാര്യത്തെ കൂടുതൽ അടുത്തറിയാനും പഠിക്കാനും എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.